നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇഗ്നോയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് 2025 ഡിസംബർ എക്സാമിനേഷൻ എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പുതിയൊരു ഡേറ്റ് ഷീറ്റാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. നമുക്ക് ഇതിനു മുൻപും ടെൻറ്റേറ്റീവ് ആയിട്ട് ഡേറ്റ് ഷീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതും ഫൈനൽ ആയിട്ടുള്ള ഒരു ഡേറ്റ് ഷീറ്റ് അല്ല. ഇതിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടേം ആൻഡ് എക്സാമിനേഷനുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അത് കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഡേറ്റുകളിൽ അവർ മാറ്റം വരുത്തുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ് ഷീറ്റുകൾ ഇഗ്നോയിൽ നിന്ന് ഇറക്കുന്നത്. അപ്പോൾ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അനൗൺസ്മെന്റിൽ പോയാൽ നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റ് ഷീറ്റ് കാണാം. ഇതാണ് നമ്മുടെ ഇപ്പോൾ വന്നിട്ടുള്ള ഡേറ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. 8 ഒക്ടോബറിനാണ് ഇത് അനൗൺസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ എക്സാമിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റും അതുപോലെ തന്നെ എൻഡ് ഡേറ്റും അധികം അങ്ങനെ മാറാറില്ല. കഴിഞ്ഞ ടെൻറ്റേറ്റീവ് ഡേറ്റ് ഷീറ്റിൽ നിന്നും ചില മാറ്റങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് ഷീറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ പറയുന്നത് എക്സാം ഫോം ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ ക്ലാഷ് ഓഫ് എക്സാമിനേഷൻ ഒക്കെ വന്നാൽ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യം തന്നെ പറയുന്നുണ്ട്. അതിന് താഴെയായിട്ടാണ് നമ്മുടെ ഡേറ്റ് ഷീറ്റ് വരുന്നത്. നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 1-നാണ്. അത് നമുക്ക് ഓൾറെഡി വന്നിട്ടുള്ള ഡേറ്റ് ഷീറ്റിലും അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. 2 സെഷനിലായിട്ടാണ് നമുക്ക് എക്സാം നടത്തപ്പെടുന്നത്. അതായത് മോർണിംഗ് സെഷൻ എന്ന് പറയുന്നത് 10 to 1 മണി വരെ, ഈവനിങ് സെഷനിൽ വരുന്നത് 2 to 5 ആണ്. അതിൽ നിങ്ങൾക്ക് 2 hours എക്സാം ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 to 4 ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൽ ഓരോന്നിലും നിങ്ങൾക്ക് കോഴ്സ് കോഡ് ആഡ് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങളുടെ ഏതിലാണോ വരുന്നത് അത് നിങ്ങൾ നോക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എല്ലാം മോർണിംഗ് സെഷൻ ആയിരിക്കും, അതല്ല എങ്കിൽ എല്ലാം ഒരു സെമസ്റ്ററിലെ എല്ലാ എക്സാമും ഈവനിങ് സെഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു എക്സാം സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ഡേറ്റ് എന്ന് പറയുന്നത് 14th January ആണ്. അതായത് നമുക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നത് ആദ്യത്തെ ടെൻറ്റേറ്റീവ് ഷീറ്റിൽ ഉണ്ടായിരുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് January 10 ആയിരുന്നു. ഇപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് 14 വരെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ വരുന്ന നമ്മളുടെ സബ്ജക്റ്റുകളൊക്കെ കോഴ്സുകളൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ എക്സാമിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇതിൽ നമുക്ക് മുകൾ ഭാഗത്തായിട്ട് ഒരു സെർച്ച് ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങളുടെ കോഴ്സ് കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ MPC ആണ്, MAPC ഒക്കെ ആണെങ്കിൽ MPC എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ MPC വരുന്ന സബ്ജക്റ്റുകൾ കാണിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വരും. അപ്പോൾ അതിൽ നിങ്ങളുടെ ഡേറ്റ് നോക്കുക, എപ്പോഴൊക്കെയാണ് വരുന്നത്, നിങ്ങളുടെ എക്സാം എപ്പോഴൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ കോഴ്സ് ഏതാണോ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് അത് ഏതൊക്കെ ഡേറ്റിലാണ് വരുന്നത് എന്നുള്ളത് നോക്കുക. ഇനി ഇതിൽ എന്തെങ്കിലും ക്ലാഷോ കാര്യങ്ങളോ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ക്ലാഷ് ആവുക എപ്പോഴാണ്, അതിൽ ചേഞ്ച് വരുത്തുക എപ്പോഴാണ് എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ ഒരു ഗൈഡ് ലൈൻസ് പോലെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു പ്രോഗ്രാം ചെയ്യുന്നു, ആ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു സെമസ്റ്ററിലെ 2 കോഴ്സുകൾ ഒരേ ടൈമിൽ ഒരേ ഡേറ്റിൽ വരികയാണെങ്കിൽ ഇതൊരു ക്ലാഷ് ആണ്. അത് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അതല്ലാതെ നിങ്ങൾ വ്യത്യസ്ത സെമസ്റ്റർ അല്ലെങ്കിൽ ബാക്ക് പേപ്പേഴ്സ് ഒക്കെ ഉള്ളത് എഴുതുന്നത് അത് രണ്ടും ഒരേ ടൈം വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും അതിന് ക്ലാഷ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു എക്സാം ഡേറ്റ് ചേഞ്ച് ആയി വരികയുമില്ല. ഒരു കോഴ്സിൻ്റെ തന്നെ ഒരു സെമസ്റ്ററിൽ 2 എക്സാമുകൾ ഒരുമിച്ച് വരികയാണെങ്കിലാണ് അതിന് നമ്മൾ ക്ലാഷ് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു മാറ്റം വരുന്നതായിരിക്കും. ഈ ഒരു ഡേറ്റ് ഷീറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ ആരെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും എക്സാം രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് അസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക്